സെപ്റ്റംബർ 22 മുതലാണല്ലോ GST റേറ്റിൽ വ്യത്യാസം വരുന്നത്. പുതിയൊരു നോട്ടിഫിക്കേഷൻ കേരള ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് GST ഡിപ്പാർട്ട്മെൻറ്റ്. അത് പ്രകാരം ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമായിട്ടത്. അതിൽ പറയുന്നത് നമ്മളെ സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഇൻവോയ്സിങ് സോഫ്റ്റ്വെയർ, അതിൽ റേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നാളെ മുതൽ പുതിയ ഇൻവോയ്സ് വേണം റേസ് ചെയ്യാൻ. അതുപോലെ തന്നെ ക്ലോസ് സ്റ്റോക്ക്, ഇന്നത്തെ ക്ലോസ് സ്റ്റോക്ക് എടുക്കുക, സെപ്റ്റംബർ 21 ക്ലോസ് സ്റ്റോക്ക് എടുത്ത് വയ്ക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ പല സാധനങ്ങളുടെ റേറ്റുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചില 18% അല്ലെങ്കിൽ 12% ഉള്ളത് 5% വരികയും ചിലത് 5 എന്നുള്ളത് 0 വന്നിട്ടുണ്ട്. ഈ 0% വരുന്ന ഐറ്റംസിന് നമുക്ക് പിന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് ഈ ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എത്ര നിൽപ്പുണ്ടോ ആ 0 വരുന്ന ഗുഡ്സിൻ്റെ അല്ലെ സർവീസസിൻ്റെ ഉപയോഗിക്കുന്ന ഗുഡ്സിൻ്റെ എത്ര സ്റ്റോക്ക് നിൽപ്പുണ്ടോ ആ സ്റ്റോക്ക് നമ്മൾ പ്രൊപ്പോർഷനറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യണം. ആ റിവേഴ്സ് ചെയ്യുന്ന ഫോമുണ്ട്, അതിന് ITC 03 എന്ന് പറയും. അത് നമ്മൾ 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. അതുപോലെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ചില കേസുകളിലുണ്ട് 5% വിത്തൗട്ട് ITC. ഇത്രയും നാളും ടാക്സ് ഉള്ള ഐറ്റം ആയിരുന്നു, അപ്പോൾ അത് വിത്ത് ITC ആയിരുന്നു. ഇപ്പോൾ വിത്തൗട്ട് ITC ആകുന്ന കേസുകളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോട്ടൽ റെൻറ്റിൻ്റെ കേസാണ്. അവിടെ 7,500 വരെയുള്ള റെൻറ്റിനാണെങ്കിൽ ഇപ്പോൾ 5% വിത്തൗട്ട് ITC ആണ്. അതിന് മുമ്പ് 12% ആയിരുന്നല്ലോ. അങ്ങനെയുള്ള ചില ഗുഡ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഗുഡ്സ് സ്റ്റോക്ക് ആയിട്ട് ഇരിപ്പുണ്ടാവും. അങ്ങനെയുള്ള ഗുഡ്സിൻ്റെ സ്റ്റോക്കും നമ്മൾ അതിലുള്ള ITC ക്രെഡിറ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നുണ്ടാവും. അതിനും ഈ സെയിം ഫോം തന്നെ ITC 03 ഫോം ഫയൽ ചെയ്യണം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ GST റേറ്റിൽ നേരത്തെ 12% അല്ലെങ്കിൽ 18% തന്നിരിക്കുന്നു 5% മാറ്റുണ്ടാവും. അപ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി കുറയും, ഔട്ട്പുട്ട് ടാക്സ്. എങ്കിൽ പോലും നമ്മൾക്ക് ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സ് നിൽപ്പുണ്ടല്ലോ, ITC ക്രെഡിറ്റ് നിൽക്കുന്ന ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാം. ഫ്യൂച്ചറിലേക്ക് വരുന്ന ഔട്ട്പുട്ട് ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് റീഫണ്ട് ആയിട്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ചില ചേഞ്ചസുകൾ.